ഹലോ, ഗുഡ് മോർണിംഗ്. ഈ സ്കൂൾ കാണുമ്പോൾ എൻ്റെ സ്കൂൾ ലൈഫ് മെമ്മറീസായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് എൻ്റെ വീട്ടുകാർ പറയായിരുന്നു, നന്നായി പഠിക്കടാ, പഠിക്കാൻ മോശമാണ്, നീ നന്നായി പഠിക്കണം. ഞാൻ അന്ന് ഉഴപ്പിട്ടോ, പഠിക്കാൻ അത്ര ഭയങ്കര ബ്രില്യൻ്റ് ഒന്നും ആയിരുന്നില്ല. ഇന്നത്തെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ പേരൻസ് നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരുന്നുണ്ട്. ഓണം, വിഷു, ദീപാവലി, ക്രിസ്മസ് എല്ലാത്തിനും പുതിയ ഡ്രസ്സ് എടുത്ത് തരുന്നുണ്ട്. അന്ന് നമുക്കൊന്നും ഒരു ഡ്രസ്സും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊക്കെ പഴയ ഡ്രസ്സാണ്, എനിക്ക് ആരെങ്കിലും തന്ന ഡ്രസ്സാണ് ഈ 10ാം ക്ലാസ് വരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരാനും കൂടെ പേരൻസിന് കഴിവുണ്ടായിരുന്നില്ല. അവരിനെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ ജോലി ചെയ്തപ്പോഴാണ് നല്ലൊരു ഡ്രസ്സും മേ ബി എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ പറയാൻ വന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോണിൽ കളിച്ചോളൂ, 1 മണിക്കൂറോ 2 മണിക്കൂറോ. പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന മക്കളെ. ഇപ്പം ഞങ്ങളൊക്കെ ഹാഫ് ഡേ ആയി, ഇനി ഫുൾ ഡേ ആകാൻ ഒരുപാട് നിമിഷങ്ങളില്ല. ഇന്ന് ഭയങ്കര കോമ്പറ്റീഷനാണ് എഡ്യൂക്കേഷൻ. എവിടെ പോയാലും ഹോമിയോ ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ്, എൻജിനീയേഴ്സ്. ഇനി വരുന്ന കാലത്ത് നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. ഇപ്പോൾ അന്ന് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ എത്തുകയായിരുന്നു. ഇപ്പോൾ ഉള്ള ജോലി മോശം എന്നല്ല പറയണത്, 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാട് നമുക്കറിയുള്ളൂ. ഓക്കെ, ഇനിയുള്ള ലൈഫിലൊക്കെ ഒരിക്കലും പറ്റില്ല. എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. എനിക്ക് ഈ സ്കൂൾ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നായിരുന്നു. അന്ന് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദുബായിൽ എവിടെയെങ്കിലുമൊക്കെ കംഫർട്ടബിളായിട്ട് ഒരു ജോലി കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവർക്കും തലവരെയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു തരുന്നുണ്ട് പേരൻസ്. തൊട്ട വീട്ടിൽ കല്യാണമാണെങ്കിലും നമ്മുടെ മക്കൾ നന്നായി പോകണം, പുതിയ ഡ്രസ്സ് എടുത്ത് തരുന്ന പേരൻസാണ് ഇപ്പോൾ ഉള്ളത്. പണ്ട് അതൊന്നുമല്ല. ആരോ ഇവരെ തന്ന ഡ്രസ്സൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. ഇനി പോയ എഡ്യൂക്കേഷൻ ഇനി തിരിച്ച് കിട്ടില്ല. ഈ വരാണ്ടയിലും ഈ ക്ലാസ് മുറിയിലൊക്കെ എനിക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ട്. പഠിക്കണം എന്നൊക്കെ നല്ല ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. എൻ്റെ പേരൻസ് അന്ന് നന്നായി പറയുന്നു, പഠിക്കടാ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പഠിച്ചില്ല. ഇപ്പോൾ ഉള്ള കുട്ടികൾ നന്നായി പഠിക്കുക. സ്കൂൾ ലൈഫ് ഒരിക്കലും തിരിച്ച് കിട്ടില്ല. പോയ ലൈഫ് ഒരിക്കലും കിട്ടില്ല. ഈ സ്കൂൾ വരാണ്ടകളും ഈ കുട്ടികൾ ഓടിക്കളിക്കുന്നതൊക്കെ ഇനി തിരിച്ച് എനിക്ക് ഇതുപോലെയൊക്കെ ആകണമെന്നുണ്ട്. ഇനി ഒരിക്കലും പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും നന്നായി പഠിക്കുക. മൊബൈൽ ഫോണിൽ നിങ്ങൾ കളിച്ചോളൂ. പഠിക്കുന്ന സമയത്ത് പഠിക്കുക മക്കളെ. എവിടെയെങ്കിലൊക്കെ നിങ്ങൾ എത്തിത്തീരണ്ടേ. പേരൻസിൻ്റെ മെയിൻ ഇപ്പോൾ നിങ്ങളുടെ പേരൻസ് ഹാർഡ് വർക്കിന് എന്തിനാണ്? നിങ്ങൾ നന്നായി ഏതെങ്കിലും നല്ല പൊസിഷനിൽ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് അവർ രാവും പകലും കഷ്ടപ്പെടുന്നത്. ഓക്കെ, ആ കഷ്ടപ്പെടുന്ന പ്രതിഫലം നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾ ഏതെങ്കിലും നല്ല പോസ്റ്റിലാകുക. അപ്പോഴാണ് അവർക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്വന്തം സിന്ധു ട്രാവൽസ്. ബൈ.